ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് തികച്ചും നിഗൂഢത നിറഞ്ഞ കുട്ടിക്കാനത്തെ ഒരു പള്ളിയിലേക്കാണ്. സെൻറ്റ് ജോർജ് CSC ചർച്ച് 1869 ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഈ പള്ളി ഇപ്പോഴും പുതുമയോടെ തല ഉയർത്തി നിൽക്കുന്നു. അവരുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിവിധ തരം മരങ്ങളാൽ തണൽ വിരിച്ച കോമ്പൗണ്ടും ചുറ്റുപാടുമാണ് നമ്മളെ ആകർഷിക്കുന്നത്. പള്ളിയുടെ ഫർണിച്ചറിനോ മേൽക്കൂരകൾക്കോ യാതൊരു കേടുപാടുകളും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും സംഭവിച്ചിട്ടില്ല. ചുറ്റുപാടുകൾ വളരെ മനോഹരമായി തന്നെ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടു പോകുന്നു. പള്ളിക്ക് അകത്തോട്ട് കയറിയാൽ തന്നെ തടിയുടെ നിരവധി ഫർണിച്ചറുകൾ ഇവിടെ കാലപ്പഴക്കത്തെ തോൽപ്പിച്ച് നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. ചുവന്ന പരപതാനി വിരിച്ച ആൾത്താരിയും ഇരിപ്പിടങ്ങളും വളരെ മനോഹരമായി തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. ഇവിടെ സേവനമനുഷ്ഠിച്ച നിരവധി ഇന്ത്യൻ പാസ്റ്റേഴ്സിൻ്റെയും ബ്രിട്ടീഷ് പാസ്റ്റേഴ്സിൻ്റെ നെയിം ഇവിടെ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൽ പ്രധാനിയായ ഹെൻറി ബേക്കറുടെ ഒരു പടവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ ഒരു കോമ്പൗണ്ടാണ്. പച്ചപ്പാറിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും ആകർഷിക്കുന്നത് പ്രമുഖ ബ്രിട്ടീഷ് പൗരന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും കല്ലറകളാണ്. ഇവിടെ വന്ന് ജീവിച്ച് മരിച്ചുപോയ നിരവധി ബ്രിട്ടീഷ് പൗരന്മാരുടെ കല്ലറകൾ നമുക്ക് ഇവിടെ ദർശിക്കാൻ പറ്റും. ഇതെല്ലാം തന്നെ മനോഹരമായ രീതിയിൽ തന്നെ സംരക്ഷിച്ചു പോകുന്നു. കാലപ്പഴക്കം കൊണ്ട് പലരുടെയും പേരുകൾ അവ്യക്തമായെങ്കിലും ചിലരുടെ പേരുകൾ നല്ല വ്യക്തികളുടെ ഇന്ന് നിലനിൽക്കുന്നു. ഇത് സ്കോട്ട്ലൻഡിൽ നിന്നുള്ള ഓർമാൻ പൊലോക്കിൻ്റെ ഒരു കല്ലറയാണിത്. ഈ കാണുന്ന കല്ലറ ഇവിടെ 13 വർഷം സേവനമനുഷ്ഠിച്ച ഒരു തമിഴ് പുരോഹിതൻ്റെ കല്ലറയാണ്. അത് പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ അടക്കിയിരിക്കുന്നതായി കാണാം. കല്ലിൽ കൊത്തപ്പെട്ടിട്ടും മാഞ്ഞു പോയ ലിഖിതങ്ങളാണ് ഈ കാണുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഭൂമിയിലൊന്നും നശ്വരമല്ല എന്നാണ്. പിന്നെ ഇവിടെ ഏറ്റവും നമ്മളെ ആകർഷിക്കുന്ന ഒരു കല്ലറയാണ്. അത് വെറും 2 വർഷക്കാലം ഈ ഭൂമിയിൽ ജനിച്ച് അതേ ഡേറ്റിൻ്റെ അന്ന് അതേ മാസത്തിലും മരണപ്പെട്ടു പോയ 2 വയസ്സുള്ള ഒരു കുട്ടിയുടെ കല്ലറയിലോട്ടാണ് ഞാൻ നടന്നു നീങ്ങുന്നത്. കയ്യിൽ 2 പൂവും ഉണ്ടായിരുന്നു. അത് കല്ലറയിൽ വെച്ച് കുറച്ചു നേരം മൗനമായി നിന്നു. ഇവിടത്തെ ഏറ്റവും നമ്മളെ ആകർഷിക്കുന്ന ഒരു കല്ലറയാണിത്. ഏകദേശം 2 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച ഒരു കുഞ്ഞുമാലാഖിയാണിത്. ബ്രിഗറ്റ് മേരി എന്നാണ് ഈ കുട്ടിയുടെ പേര്. സാംക്രമിക രോഗങ്ങളാൽ മരണപ്പെട്ടു പോയ ഈ കുട്ടിയുടെ മരണത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഏകദേശം 1932 നവംബർ 4 ജനിച്ച് 1934 നവംബർ 4 ജനിച്ച അതേ ദിവസം അതേ മാസം തന്നെ ഈ ലോകത്തുനിന്ന് മരണപ്പെട്ടു പോയ ഒരു കുഞ്ഞു മാലാഖിയാണിത്. പ്രതിമയുടെ ചില കൈകളുടെ ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോയെങ്കിലും മുഖം ഇപ്പോഴും തീഷ്ണതയോടെ തിളങ്ങി നിൽക്കുന്നു. ഇവിടുത്തെ വേറെ പ്രധാനപ്പെട്ട ഒരു കല്ലറയാണ് ജോൺ ഡാനിയൽ മൺറോ പ്രഭുവിൻ്റെ കല്ലറയാണിത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഓമനയായിരുന്ന കുതിരയുടെ കല്ലറയും ഇതിന് തൊട്ടടുത്തായി തന്നെ കാണാം. അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഡൗണി എന്ന വെള്ളക്കുതിരയെ ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നു. അതിന് താഴെ ഓൺ ബൈ JD മൺറോ എന്നും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കുതിരയായിരുന്നു. തൊട്ടടുത്ത് വളരെ മനോഹരമായ ഒരു പഴവർക്ക ചെടിയും കണ്ടു. ഇവിടുത്തെ നാട്ടുകാരെ സംസ്കരിക്കുന്നതായി തൊട്ടപ്പുറത്ത് വേറെ ഒരു കല്ലറകളും ഉണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 2 വയസ്സുകാരിയുടെ കല്ലറയുടെ ചിത്രങ്ങളായിരുന്നു മനസ്സിൽ നിറയെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഷൂട്ടിങ്ങും നടന്നിരുന്നു. അതിൻ്റെ ഡെമ്മി കല്ലറകളാണ് ഇവിടെ കാണുന്നത്. അടുത്ത യാത്രയ്ക്കായി ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് ഉടൻ തന്നെ പോയി.